നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വതം നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. இந்த ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഈ 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസിനകത്ത് ഫസ്റ്റ് 3 ആർട്ടിക്കിൾസ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിളും നാലാമത്താണ് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിളായിട്ട് മാറുന്നത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ ആംഗിളിൽ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. രണ്ടാമത്തെ ടോപ്പിക് പോർട്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പോർട്ടുകൾ എസ്പെഷ്യലി മേജർ പോർട്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ട്രേഡുമായിട്ട് ഇപ്പം പോർട്ടുകൾ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ട്രേഡ് കൊമേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അതും എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ ആംഗിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ ആംഗിളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗരിയൽസ്. ഗരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ക്രൊക്കോഡൈൽസ് ആണ്. സോ ആ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ക്രൊക്കോഡൈൽസിനെ കുറിച്ച് പഠിക്കണം. എസ്പെഷ്യലി ഗരിയൽസിനെ കുറിച്ച് എടുത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവയുടെ ഒക്കെ തന്നെ കൺസർവേഷൻ സ്റ്റാറ്റസ് മീൻസ് ഈ പറഞ്ഞ നിയർ ത്രെട്ടൻഡ് ആണോ, എൻഡേഞ്ചേർഡ് ആണോ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണോ, അങ്ങനെയുള്ള കൺസർവേഷൻ സ്റ്റാറ്റസും കൃത്യമായിട്ടും ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് മൂന്നെണ്ണം നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിൾ ആയിരിക്കും. ദെൻ ഫോർത്ത് ടോപ്പിക് കമ്പ്യൂട്ടർ ലിറ്ററസി ഇൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ്. അപ്പോൾ അത് നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും തീർച്ചയായിട്ടും അവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവർണൻസ്, ഇന്ത്യൻ ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2വിനകത്ത് ആ ഒരു ആംഗിളിൽ ഡിസ്കഷൻ വരുന്നത്. സോ ഈ 4 ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും ഈ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് നമ്മുടെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇൻഡസ്ട്രി മിനിസ്ട്രി പുഷസ് ഫോർ ലോവർ ഡ്യൂട്ടീസ് ഓൺ ഇൻപുട്ട് ഇമ്പോർട്ട്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എനിവേ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഫുൾ ഓഫ് ഓൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ആണ്. ഈവൻ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നുള്ള ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ PLI സ്കീമിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ PLI സ്കീം അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഇത് 2021 ബേസിക്കലി ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുക. കാരണം റീസെന്റ് ഇപ്പൊ നമ്മൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് PLFS പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് ഒക്കെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെന്റ് ലെവൽ എന്ന് പറയുമ്പോൾ സ്റ്റിൽ അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 35% മാത്രമേ ഉള്ളൂ. 34 പോയിന്റ് സംതിങ് ആണ്. എനിവേ 35% അപ്രോക്സിമേറ്റ്ലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ 75% ലേബർ ഫോഴ്സ് യുവജനങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ജോലി ഇല്ലായ്മയുടെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാനായിട്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്ത് കുറേയൊക്കെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓരോ സർക്കാർ മന്ത്രാലയങ്ങളും മിനിസ്ട്രീസിനെ ഇടപെട്ട് ഈ പറഞ്ഞ പോലെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അതായത് നമ്മൾ പലപ്പോഴും ഓരോ സ്കീമുകൾ പഠിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു നോഡൽ ഏജൻസി ആയിട്ട് ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഈ PLI സ്കീം അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു മിനിസ്ട്രി അല്ല, പകരം ഓരോരോ മിനിസ്ട്രികളാണ് ഇതിന്റെ മീൻസ് അവരുടെ ഓരോ മിനിസ്ട്രികളുടെയും അണ്ടറിൽ വരുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഈ PLI സ്കീമിനകത്തുണ്ട്. ഞാൻ വിശദമായിട്ട് അടുത്ത സ്ലൈഡിനകത്ത് കാണിച്ചു തരാം ഏതൊക്കെ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പ്രകാരം ഇവിടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ PLI സ്കീമിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, ഇവിടുത്തെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക. എന്തിനാണ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രൊഡക്ഷൻ ഒക്കെ തന്നെ വർദ്ധിച്ചു കഴിയും. പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരുപാട് ഇമ്പോർട്ടുകൾ കുറയ്ക്കാൻ പറ്റും അല്ലെ. അതായത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മിക്ക വസ്തുക്കളും നമ്മൾ എസ്പെഷ്യലി പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചൈനയാകാം അല്ലെങ്കിൽ വിയറ്റ്നാം ആകാം, അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിർമ്മിച്ച സാധനങ്ങളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് മറികടക്കാനായിട്ട് മീൻസ് ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്ഷൻ കൂട്ടുന്നു. അപ്പോൾ എക്സസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതുവഴി വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇന്ത്യയുടെ PLI സ്കീമിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ബേസിക്കലി കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഇസ് എ ഫോം ഓഫ് പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ്. അവിടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കമ്പനികളെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. അവർക്ക് ഈ പറഞ്ഞ പോലെ ഓരോരോ സഹായങ്ങളൊക്കെ നൽകി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഈ പറഞ്ഞ പോലെ ഒരു കമ്പനി ഇന്നിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് സാധനങ്ങളെന്ന് ചോദിച്ചു എന്തെങ്കിലും ഒരു ഐറ്റം ആയിക്കോട്ടെ, 100 യൂണിറ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത വർഷം അത് 120 യൂണിറ്റ്, നെക്സ്റ്റ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ അത് 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഈ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്ത 20 യൂണിറ്റിന് ബേസിക്കലി ആ കമ്പനിക്ക് എന്ത് കിട്ടും, ഓരോരോ ഇൻസെന്റീവ്സ്. അത് പല രീതിയിലാകാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ അടയ്ക്കുന്ന വാട്ടർ ബില്ലിന്റെ കാര്യത്തിലൊക്കെയുള്ള ഇൻസെന്റീവ് ആകാം, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രിസിറ്റി ചാർജസിന്റെ രീതിയിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റുകൾ കൊടുക്കാം. അങ്ങനെ പല രൂപേണ കമ്പനികളെ ഇൻസെന്റീവ് ചെയ്യുക. എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതിനാണ് ഇൻസെന്റീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫോർ ദർ എക്സ്ട്രാ പ്രൊഡക്ഷൻ. അതിനെയാണ് ഇൻക്രിമെന്റൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓരോ വർഷത്തേക്കാളും കൂടുതൽ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, കമ്പനികൾക്ക് കൂടുതൽ നമ്മൾ ഇൻസെന്റീവ്സ് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഇൻസെന്റീവ്സ് കിട്ടുമെന്ന് കാണുമ്പോൾ കമ്പനികൾ എന്ത് ചെയ്യാം, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വർക്കേഴ്സിനെ അവർക്ക് എംപ്ലോയ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെന്റ് ലെവൽ നമുക്ക് വർദ്ധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് ആയിട്ടും പറയാറുണ്ട്. കാരണം പെർഫോമൻസുകൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, അതുവഴി കൂടുതൽ ഇൻസെന്റീവ്സ് നേടിയെടുക്കാൻ സാധിക്കും.
ആക്ച്വലി ഇറ്റ് എയിംസ് അറ്റ് ബൂസ്റ്റിംഗ് ദ മാനുഫാക്ചറിംഗ് സെക്ടർ ആൻഡ് ടു റെഡ്യൂസ് ഇമ്പോർട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആൻഡ് ദീസ് schemes have the potential of significantly boosting production, employment and economic growth over the next 5 years. അതായത് 2021 ഇത് ലോഞ്ച് ചെയ്തത്. 2026 വരെയാണ് ഇതിന്റെ ലോഞ്ചിങ് ഇനീഷ്യൽ പീരീഡ് ആയിട്ട് കരുതപ്പെടുന്നത്. ഇനി ഏതൊക്കെ മേഖലയിലേക്കാണ് PLI സ്കീം അനൗൺസ് ചെയ്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 13 കീ സെക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ കമ്പോണൻസ്, automobile sector, aviation sector, chemicals, electronic systems, food processing, medical devices, metal and mining, pharmaceutical, renewable energy, telecom, textiles, apparel and white goods. Consumer goods ഒക്കെയാണ് മെയിൻലി അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏകദേശം 13ഓളം സെക്ടേഴ്സിലേക്കാണ് നമ്മൾ നിലവിൽ PLI സ്കീം ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു PLI സ്കീമിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു മിനിസ്ട്രി, പർട്ടിക്കുലർ മിനിസ്ട്രി ഇല്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോരോ മിനിസ്ട്രികൾ അവരുടെ കീഴിൽ ഓരോരോ സെക്ടേഴ്സ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ മൊബൈൽ ഹാൻഡ്സെറ്റുകൾ, IT ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ്, ആ ഒരു മേഖലയിലുള്ള PLI സ്കീം ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കാരണം അതൊക്കെ അതിന്റെ കീഴിലാണ് വരുന്നത്, MET മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഇനി വൈറ്റ് ഗുഡ്സ്, LED, അത് കൺസ്യൂമർ ഗുഡ്സ്, LED ഐറ്റംസ്, ഇതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് അതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് മാറുന്നത്. ടെലികോം ആൻഡ് നെറ്റ്വർക്കിംഗ്, മാനുഫാക്ചറിംഗ് ഒക്കെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും കീഴിൽ അവരുടെ സ്വന്തമായിട്ടുള്ള മീൻസ് അവരുടെ കീഴിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, PLI സ്കീമിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു നോഡൽ മിനിസ്ട്രി ആസ് ഇല്ല, ഓരോരോ മിനിസ്ട്രികൾ അവരുടെ കീഴിൽ വരുന്ന പ്രോസസ്സിന് ഇത്തരത്തിൽ ഇൻസെന്റീവ്സ് കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് നോർമൽ സ്കീമുമായിട്ട് ഈ PLI സ്കീമിന് വരുന്ന വ്യത്യാസം. കാരണം നോർമലി നമ്മൾ പല സ്കീമുകളും വാർത്തയിൽ പഠിക്കാറുണ്ട്, ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ അങ്ങനെയില്ല. കാരണം ഈ കാര്യത്തിൽ ഓരോ മിനിസ്ട്രിക്കും അവയുടെ കീഴിൽ ഉള്ള ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് ഇത്രയും സെക്ടേഴ്സ് അല്ല ഇവരുടെ കീഴിൽ വരുന്നത്. പക്ഷേ ഇവരുടെ കീഴിലുള്ള സെലക്ടഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനാണ് ഇപ്പോൾ ഏത് കൊടുത്തിരിക്കുന്നത്, PLI സ്കീം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ പേസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, സ്ലോ പ്രോഗ്രസ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, PLI സ്കീമിന് വേണ്ടിയിട്ട് ഇൻസെന്റീവ്സ് കൊടുക്കാനായിട്ട് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന എമൗണ്ടുകളാണെങ്കിലും വളരെ സ്ലോ ആണ്. ഓരോ വർഷത്തെ ബഡ്ജറ്റിന് ഇൻക്രീസ് നോക്കുമ്പോൾ വളരെ സ്മോൾ എമൗണ്ട് ഇൻക്രീസ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കണം, കൂടുതൽ ഇൻസെന്റീവ്സ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഉദ്ദേശിച്ച ലക്ഷ്യം തീർച്ചയായിട്ടും ഇവിടെ നടപ്പാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മെയിൻലി ഒന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ആ ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ വായിച്ചു നോക്കാം. അതായത് ഇൻഡസ്ട്രി മിനിസ്ട്രി മീൻസ് നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ്. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി പുഷസ് ഫോർ ലോവർ ഡ്യൂട്ടീസ് ഓൺ ഇൻപുട്ട് ഇമ്പോർട്ട്സ്. അതായത് ഇവിടെ നമ്മൾ ആ ഒരു സൈഡിൽ കണ്ടില്ലായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉണ്ടോ, അവർ മെയിൻലി പറഞ്ഞ പോലെ ഇൻസെന്റീവ്സ് കൊടുക്കുന്ന അവരുടെ കീഴിലുള്ള വൈറ്റ് ഗുഡ്സിന്റെയും LED നിർമ്മാണത്തിനൊക്കെ വേണ്ടി. വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വൈറ്റ് കളറിൽ ഉണ്ടായിരുന്ന കൺസ്യൂമർ ഗുഡ്, ഇപ്പം ഫ്രിഡ്ജസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ AC, അങ്ങനെയുള്ള ഈ പറഞ്ഞ അങ്ങനെയുള്ള കൺസ്യൂമർ ബേസ്ഡ് ഡ്യൂറബിൾ ഗുഡ്സിനെയാണ് നമ്മൾ വൈറ്റ് ഗുഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവയുടെയും LEDസിന്റെ ഒക്കെ തന്നെ പ്രൊമോഷനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കീഴിൽ വരുന്നത്. ഈ ഗുഡ്സിന്റെ ഒക്കെ തന്നെ പലപ്പോഴും ഇൻപുട്ടുകൾ, പല ഇൻപുട്ട് ഘടകങ്ങൾ, ഇൻപുട്ട് കമ്പോണൻസ് ഒക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് നിലവിൽ ഇൻപുട്ട് ഗുഡ്സിന്, ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന വസ്തുക്കൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈ ടാക്സ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ടാക്സ് കൊടുക്കണമെന്ന് ഓർക്കുമ്പോഴേക്കും ഇതൊന്നും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാതിരുന്നോളും. നമ്മൾ ഈ പറഞ്ഞ പോലെ താരതമ്യം ഇവിടെ തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടിന് കൂടുതൽ താരിഫ് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വസ്തുക്കളൊക്കെ നിർമ്മിക്കാനായിട്ട് എല്ലാ ഘടകങ്ങളും നമുക്ക് എടുക്കും. ഇലക്ട്രോണിക് ചിപ്പുകളൊക്കെ നമ്മൾ പല രാജ്യവും ചൈനയിൽ നിന്നും അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അവയൊക്കെ നമ്മൾ ഹൈ ഇൻപുട്ട് താരിഫ് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് എന്ത് സംഭവിക്കാം, അതിന്റെ കോസ്റ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് മറികടന്ന് നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ഉണ്ടാകണം. അപ്പൊ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഈ വസ്തുക്കളുടെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് താരിഫ് കുറയ്ക്കണമെന്നാണ് ഇപ്പൊ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇപ്പം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വാർത്ത ആശ്രയിച്ച് നോക്കുവാണെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് PLI സ്കീം, ഏതൊക്കെ സെക്ടേഴ്സ് ആണ് അതിന്റെ കീഴിൽ വരുന്നത് എന്നുള്ളത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പോർട്ട് കൺജഷൻ, കണ്ടെയ്നർ ഡെർ, ഫ്രീറ്റ് കോസ്റ്റ്, ഹിറ്റ് എക്സ്പോർട്സ് എന്നുള്ളതാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഈ ഒരു വാർത്തയിൽ ആസിച്ച് നോക്കുവാണെങ്കിൽ മെയിൻ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഈ ഒരു പിക്ചറിലാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു എന്താ പറയുക, ആ ഒരു പോർട്ടിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് അവിടെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇന്ത്യയിൽ ഈ കണ്ടെയ്നർ ഷോർട്ടേജ് ഇപ്പം നിലവിൽ ഒരുപാടുണ്ട്. കണ്ടെയ്നർ ഷോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കപ്പലുകളിലാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും കണ്ടെയ്നറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വസ്തുക്കളെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ കണ്ടെയ്നറിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് മൂലം നിലവിൽ ഇന്ത്യയിൽ നിന്നും ഗുഡ്സ് പുറത്തേക്ക് നമുക്ക് ഷിപ്പ് മുഖാന്തരം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു എക്സ്പോർട്ടർ പറയുന്നതാണ് അദ്ദേഹത്തിന് 4 മുതൽ 5 കണ്ടെയ്നർ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് റെഡിലി അവൈലബിൾ ആണ്. പക്ഷേ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ലാക്ക് ഓഫ് കണ്ടെയ്നേഴ്സിന്റെ അവൈലബിലിറ്റി ഇവിടെ എന്താ പറയുക വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗുഡ്സ് ആവശ്യത്തിന് മൂവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സപ്ലൈയെ ബാധിക്കും. തീർച്ചയായിട്ടും സാധനങ്ങളുടെ വില കൂടാനായിട്ടൊക്കെ തന്നെ
ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് എല്ലാം കൂടുതൽ ഇത്തരത്തിൽ ഷിപ്പ് കണ്ടെയ്നേഴ്സ് ആവശ്യപ്പെട്ട് വരുമ്പോൾ ഏതൊരു സാധനത്തിന്റെയും സപ്ലൈകൾ കൂടുതൽ ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില വർദ്ധിക്കും നമുക്കറിയാം. ഇവിടെയാണെങ്കിൽ കണ്ടെയ്നേഴ്സ് ഇപ്പൊ കിട്ടാനില്ല ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഈ കണ്ടെയ്നേഴ്സ് വേണമെങ്കിൽ നിലവിൽ ഒരുപാട് ചാർജ് കൊടുക്കേണ്ട, മീൻസ് റെന്റ് ആയിട്ട് ഒരുപാട് ചാർജ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വർദ്ധിക്കും. അൾട്ടിമേറ്റ്ലി കൺസ്യൂമേഴ്സ് ഇത് ചെയ്യേണ്ടി വരും, സഹിക്കേണ്ടി വരും. കാരണം കൺസ്യൂമറിന്റെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റുകൾ എത്തുമ്പോഴേക്കും അതിന്റെ ഫൈനൽ പ്രൈസ് കൂടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വാർത്തയിൽ ബേസിക്കലി നോക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിലിംസിന് പഠിക്കാനുള്ള, എസ്പെഷ്യലി കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ മേജർ പോർട്ടുകളെ കുറിച്ച് UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മേജർ സീ പോർട്സ് ഇൻ ഇന്ത്യ ആണ്. കാരണം ഇന്ത്യയിലെ about 95% by volume, trade in the volume, അതേപോലെ 70% of value of India's total international trade are handled through maritime transportation. അതായത് കപ്പൽ മുഖാന്തരമാണ് ഇന്ത്യയുടെ നമ്മൾ വിദേശ രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന ട്രേഡിന്റെ 95% വോളിയവും 70% ബൈ വാല്യൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നടക്കുന്ന ഏതിലൂടെയാണ്? ഈ മാരിടൈം ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിനെ സഹായിക്കാനായിട്ട് ഇന്ത്യയിൽ എത്ര മേജർ സീപോർട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 മേജർ സീപോർട്ടുകളാണ് നിലവിലുള്ളത്. ഇതിനകത്ത് 12 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺഡ് ആണ്, 1 ഈ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ടുള്ള സീപോർട്ടുമാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഏതാണ് ആ പ്രൈവറ്റ് മേജർ സീപോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആ ഒരു മേജർ സീപോർട്ടുകൾ പ്രൈവറ്റ് ഓൺഡ് ആയിട്ടുള്ള ഏത് പോർട്ട് ആണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ പറഞ്ഞ പോലെ മറ്റ് മൈനറും ഇന്റർമീഡിയറ്റ് പോർട്സ് ആയിട്ട് ഏകദേശം 205 പോർട്ടുകളുണ്ട്. മേജർ പോർട്ടുകളാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത്. 13 മേജർ പോർട്ടുകളുണ്ട്. അതിൽ 12 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺഡ് ആണ്, ഒരെണ്ണം പ്രൈവറ്റ്ലി ഓൺഡ് ആണ്. ഇനി ഈ പോർട്ടുകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും കോസ്റ്റൽ സംസ്ഥാനങ്ങളിലായിരിക്കും. ഇന്ത്യയുടെ 9 കോസ്റ്റൽ സ്റ്റേറ്റുകളിലായിട്ടാണ് ഈ 13 മേജർ പോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ 9 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ 13 മേജർ സീപോർട്ട് ഉള്ളത്. അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ 13 സീപോർട്ടുകളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ PDF നമ്മുടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാല നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ലൈഡ്, ഈ ഒരു ഡേറ്റ നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ 13 മേജർ പോർട്ടുകളും അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒബ്യൂസ് തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ പോർട്ടുകളുടെ പ്രധാനമായിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ളതും ഈ സ്ലൈഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിലിംസിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ലൈഡ് തന്നെയാണ്. അത് കൃത്യമായിട്ട് നോക്കി. ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ നോക്കുവാണെങ്കിൽ കൊച്ചിയിലെ പോർട്ടുണ്ട്, കൊച്ചി പോർട്ടുണ്ട്. ഇതിലുവഴി നമ്മൾ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത് ടീ, കോഫി, സ്പൈസസ് എക്സെട്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ ആൻഡമാൻ നിക്കോബാറിലുള്ള പോർട്ട് ബ്ലെയർ പോർട്ടിലൂടെയാണ് നമ്മൾ ഫിഷ്, ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഫിഷ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ആ ഒരു പോർട്ട് ബ്ലെയറിലൂടെയാണ്. ഇങ്ങനെ ഈ 13 പോർട്ടുകളുടെയും പ്രധാനമായിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഫിലിംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാം. അതുകൊണ്ട് എല്ലാവരും ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സേവ് ചെയ്ത് വെക്കുക ചെയ്യുക കേട്ടോ. സോ അതൊന്ന് കൃത്യമായിട്ട് നോക്കാം. അപ്പം പിന്നെ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ ഒരു കാര്യം. ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഡേറ്റ നമ്മൾ ഈ കാര്യങ്ങൾ മെയിൻലി സൂചിപ്പിച്ചു. ഇനി അടുത്തതാണ് നമ്മുടെ ഭരണഘടനാ പ്രകാരം നോക്കുവാണെങ്കിൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറാണ്. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് റൂൾ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾ ചെയ്യാൻ സാധിക്കും. സെൻട്രലും സ്റ്റേറ്റിനും ഒരുപാട് അധികാരപരിധി ഉള്ളവയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിനകത്ത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റ് ബോത്ത് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. മാരിടൈം ട്രാൻസ്പോർട്ട് ഇസ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, കൺകറന്റ് ലിസ്റ്റിനകത്ത് വരുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്, മേജർ പോർട്ടുകളൊക്കെ തന്നെ ആരുടെ അധികാര പരിധിയിലാണ് വരുന്നത്? സെൻട്രൽ ഗവൺമെന്റ്. മേജർ പോർട്ടുകളൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് അധികാര പരിധിയിലാണ് വരുന്നത്. എന്നാൽ മൈനർ ആൻഡ് ഇന്റർമീഡിയറ്റ് പോർട്ടുകളാണ് ആര് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ 9 സംസ്ഥാനങ്ങളിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 9 സംസ്ഥാനങ്ങൾ, ഇവയായിട്ടാണ് 205 മൈനർ പോർട്ടുകളും എല്ലാം തന്നെ ഉള്ളത്. അപ്പൊ അതൊക്കെ തന്നെ ഈ പറഞ്ഞ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് മൈനർ ഇന്റർമീഡിയറ്റ് പോർട്ടുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെന്റ്സും. എന്നാൽ മേജർ പോർട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റുമായിട്ടാണ് അതിന്റെ കൂടുതൽ വരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ആ പോയിന്റ് നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് വന്നേക്കാം. സോ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. കാരണം വാർത്ത എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, പക്ഷെ അതിനുള്ളിൽ ഈ പറഞ്ഞ നമുക്ക് എക്സാമിന് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് ഗരിയൽസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ബ്രഹ്മപുത്രാസ് ലോൺ ഫീമെയിൽ ഗരിയൽസ് ലോങ് വെയിറ്റ് ഫോർ എ മീറ്റ് കുഡ് എൻഡ് സൂൺ എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് ഗരിയൽസ് കേട്ടോ. ഗരിയൽസിന്റെ പ്രത്യേകതയാണ് അതിന്റെ ഈ പറഞ്ഞ പോലെ ചീക്ക് അഥവാ ചുണ്ട് എന്ന് പറയുന്നത് ഇച്ചിരി ലെങ്ത് ഉള്ളവയായിരിക്കും. നോർമൽ ക്രൊക്കോഡൈൽസിന്റെ പോലെയല്ല, ലെങ്തിയർ ആണ് അതിന്റെ സ്നൗട്ട്. ഓക്കെ, അപ്പൊ അത് നോക്കി വെച്ചേക്കാം. നമ്മൾ മെയിൻലി ഞാൻ പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഇന്ത്യയിൽ പ്രധാനമായിട്ട് കാണുന്ന ക്രൊക്കോഡൈൽ സ്പീഷീസിനെ കുറിച്ചാണ്. ക്രൊക്കോഡൈൽസ് ഓഫ് ഇന്ത്യ എന്നുള്ള അറിയപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് ഓർക്കണം. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കാണുന്നതാണ് ഗരിയൽസ്. ഓക്കെ, ഗരിയൽസ് ഇവിടെ കണ്ടോ, ഇവിടെ സ്നൗട്ട് കണ്ടു. ഇവിടെ പ്രത്യേകതയാണ് സ്നൗട്ട് ലോങ് ആയിരിക്കും, മീൻസ് എലോങ്ങേറ്റഡ് വൺ ആയിരിക്കും. സോ male gharials are easily distinguished due to the presence of bulb on their snouts, like earthway spot called gurus. Okay, they are used to vulcanize and blow bubbles to extract females. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഗരിയൽസിനകത്ത് തന്നെ മെയിൽ ഗരിയൽസിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗമാണ് ഈ സ്നൗട്ട്. ഇവർ ഈ നീളമുള്ള ചുണ്ടുണ്ടല്ലോ, അതിന്റെ അറ്റത്ത് ഈ പറഞ്ഞ ബബിൾ പോലെ ഒരു സാധനം ഉണ്ട്. ഇവിടെ കണ്ടില്ല, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അത് ക്ലിയർ ചെയ്യാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ഈ ഒരു കമ്പോണന്റ് ബേസിക്കലി ഉണ്ടാവുക, ഈ ഒരു കമ്പോണന്റ്, ഈ ബബിൾ പോലെ ഇരിക്കുന്ന കമ്പോണന്റ് മെയിൽ ഗരിയൽസിലായിരിക്കും ഉണ്ടാവുക.
ദെൻ ഈ പറഞ്ഞ പോലെ ഇവയെ കാണപ്പെടുന്ന ക്ലിയർ ഫ്രഷ് വാട്ടർ റിവർ ആൻഡ് ഇക്കോസിസ്റ്റംസിൽ ഇവരെ കാണപ്പെടുള്ളൂ. അതായത് വളരെ ശുദ്ധജലത്തിൽ. അപ്പം സാധാരണഗതിയിൽ ക്രൊക്കോഡൈൽസ് അങ്ങനെ നമ്മൾ പറയാറില്ല, പക്ഷേ ഗരിയൽസിന് പ്രത്യേകതയാണ് ദേ ആർ ഫ്രഷ് വാട്ടർ ആണ്. ക്ലിയർ ഫ്രഷ് വാട്ടർ റിവർ സിസ്റ്റത്തിൽ മാത്രമേ ആരെ കാണാൻ സാധിക്കുള്ളൂ, ഗരിയൽസിനെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗാൻജറ്റിക് ഗറിയൽസ് എന്നും പലപ്പോഴും ഇവയെ അറിയപ്പെടാറൊക്കെയുണ്ട്. സോ ഇത് ഓർത്തിരിക്കുക. പക്ഷേ ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം വളരെ ലിമിറ്റഡ് ആണ്. കാരണം ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. സിആർ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. ഗരിയൽസ് ആർ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണെന്നുള്ള കാര്യം ഓർക്കും. വളരെ ലിമിറ്റഡ് എണ്ണം മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഇവ കാണപ്പെടുന്നത് നമ്മുടെ ഗാഞ്ചസ് നദിയുടെ ഈ പറഞ്ഞ ഈ ഒരു സ്ലൈഡ് ഞാൻ വിശദമായിട്ട് ഗരിയൽസിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ആദ്യം ഈ പറഞ്ഞ ഗരിയൽസും അത് കഴിഞ്ഞ് ഈ രണ്ട് സ്പീഷീസ് നമുക്ക് പഠിക്കാം. മഗർ ക്രൊക്കോഡൈൽസ്. മഗർ ക്രൊക്കോഡൈലാണ് രണ്ടാമത്. ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്സ് ആണ്. ഇപ്പം ഫ്രഷ് വാട്ടറിൽ അറിയപ്പെടുന്ന ഈ പറഞ്ഞ ഗരിയൽസും ഉണ്ട്, മഗേഴ്സും ഉണ്ട്. പക്ഷേ ഗരിയൽസിന്റെ പ്രത്യേകത കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഫ്രഷ് വാട്ടേഴ്സിൽ അവയെ കാണപ്പെടാൻ സാധിക്കുള്ളൂ. മഗേഴ്സിന് അങ്ങനെയില്ല. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റംസിനകത്ത് കൂടുതലായിട്ട് കാണപ്പെടാം. റിവർ, ലേക്സ്, മാർഷസ്, എസ്റ്റുറീൻസ് ഒക്കെ തന്നെ ഇവയെ കാണപ്പെടാൻ സാധിക്കും. ഇവയുടെ ഈ പറഞ്ഞ പോലെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ വളരെ മീൻസ് നമ്മുടെ ഗരിയൽസിനേക്കാളും കുറച്ചുകൂടെ പോപ്പുലേഷൻ കൂടുതലുണ്ട് ഇവയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ. മഗർ ക്രൊക്കോഡൈൽസ് ഏകദേശം നോക്കുവാണെങ്കിൽ 5700 മുതൽ 8700 വരെ പോപ്പുലേഷൻ ഉണ്ട്. എന്നാൽ നമ്മുടെ ഗറിയൽസിന്റെ എണ്ണം നോക്കി 650 മാത്രമേ അവയുടെ എണ്ണം കൃത്യമായിട്ടുള്ളൂ. ഇനി അടുത്ത മൂന്നാമതാണ് സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞുള്ളവയാണ് ഈ സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. അതുകൊണ്ട് തന്നെ അവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് ലീസ്റ്റ് കൺസേൺ ആണ്. ഓക്കെ. സോ ദെൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ വാർത്തയിൽ ഉണ്ടായിരുന്ന ഗറിയൽസിലേക്ക് പോകാം. ഗറിയൽസ് ബേസിക്കലി ഫ്രഷ് വാട്ടർ ക്രൊക്കോഡൈൽ എന്ന് നമ്മൾ പറഞ്ഞു. ബേസിക്കലി പറയുക ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫൗണ്ട് ഒൺലി ഇൻ ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഇന്ത്യയിൽ നേപ്പാളിൽ മാത്രമേ ഉള്ളൂ ഈ ഗറിയൽസിനെ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണുന്നത് ഈ ഗംഗാ നദിയുടെ ഈ പറഞ്ഞ പോലെ ട്രിബ്യൂട്ടറീസിലാണ്. ഇന്ത്യയിലും നേപ്പാളിലാണെങ്കിലും കൂടുതലും കാണുന്നത് ഗംഗാ നദിയുടെ ട്രിബ്യൂട്ടറീസിലാണ്. ഒന്ന് ഈ പറഞ്ഞ ഇന്ത്യയിലാണെങ്കിൽ ചമ്പലിലും അതുപോലെ ഗിർവ റിവേഴ്സിലുമാണ് കൂടുതലായിട്ട് ഇവയെ കാണപ്പെടുന്നത്. നേപ്പാളിലാണെങ്കിൽ റപ്തി, നാരായണീയ റിവറിലാണ് കൂടുതലായിട്ടും ഗറിയൽസിനെ കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ ഗറിയൽ റിസർവ്സ് ഉണ്ട്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സംസ്ഥാനങ്ങളാണ്: ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് നമുക്ക് ഗറിയൽ റിസർവ്സും അവൈലബിൾ ആണ്. ഇനി ഇവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ IUCN സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം നോക്കുവാണെങ്കിൽ ദേ ആർ അണ്ടർ ഷെഡ്യൂൾഡ് 1 കാറ്റഗറി സ്പീഷീസ്. അതായത് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അവയെ ഇല്ലീഗലായിട്ട് ഈ പറഞ്ഞ പോലെ വേട്ടയാടുകയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഹയസ്റ്റ് ഈ പറഞ്ഞ പോലെ ക്രൈം ആയിട്ട് കണക്കാക്കി ശിക്ഷാ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇനി സൈറ്റ്സ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ വളരെ കൺസർവേഡ് ആണ്. അപ്പൻഡിക്സ് 1 പ്രകാരം വളരെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന സ്പീഷിയാണ് ഈ ഒരു ഗറിയൽസ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ യൂസിനകത്ത് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 സൈറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവയെ കടത്തിക്കൊണ്ട് പോകാനും സാധിക്കത്തില്ല. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ സൈറ്റ്സിന്റെ ഈ പറഞ്ഞ പോലെ കൺസർവേഷൻ സ്റ്റാറ്റസ് പ്രകാരം അപ്പൻഡിക്സ് 1 ഈ ഗറിയൽസ് ഈ പറഞ്ഞ പോലെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഗറിയൽസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നമുക്ക് ഫിലിംസിന്റെ പെർസ്പെക്ടീവിൽ പഠിക്കാനുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിളാണ്, ഇത് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. കമ്പ്യൂട്ടർ ലിറ്ററസി ഇൻ ഇന്ത്യ നീഡ്സ് എ റീബൂട്ട് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് എസ്പെഷ്യലി ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത, ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 2021 ഡേറ്റയാണ് മെയിൻലി സൂചിപ്പിക്കുന്നത്. 2021 പ്രകാരമുള്ള നമ്മുടെ നാഷണൽ സാമ്പിൾ സർവേ ഡേറ്റ പ്രകാരം ഇന്ത്യയിലെ ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചുള്ള ക്ലിയർ കട്ട് ആയിട്ട് ഡേറ്റ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കമ്പ്യൂട്ടറുകളുടെയും ഒക്കെ തന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിജിറ്റൽ ഡിവൈഡ്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്ന ആ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത്, നാഷണൽ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ടിനകത്ത് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്ന ഡേറ്റ 2021 ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് 2017, ഇതിനു മുമ്പത്തെ 2017 റിപ്പോർട്ടിൽ വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3 ആംഗിളുള്ള കമ്പാരിസൺ ആണ് പഠിക്കേണ്ടത്. ഒന്ന് റീജിയണൽ വൈസ് ഉള്ള കമ്പാരിസൺ നോക്കണം. മീൻസ് നമ്മുടെ റൂറൽ അർബൻ ഏരിയാസിലെ കമ്പയർ ചെയ്തിട്ട് ഈ ഡിജിറ്റൽ ഡിവൈഡ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. രണ്ടാമതായിട്ട് ഏജ് വൈസ്, അതായത് ഓരോ ഏജ് കാറ്റഗറിയിലും എത്രത്തോളമാണ് ഈ ഡിജിറ്റൽ ലിറ്ററസി ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ് വൈസ് ആണ്. സ്റ്റേറ്റ് വൈസ് ഉള്ള വ്യത്യാസങ്ങൾ, ഓരോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ ഈ 3 ആംഗിളിലാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഇൻ ഇന്ത്യയെ കുറിച്ചിട്ട് വിശദമായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓൾ ഓവർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ 2021 ഡേറ്റ പ്രകാരം ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ് സംതിങ് അറൌണ്ട് 24.7%. 24.7% 2021 ഡേറ്റ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ 2017 ഈ ഒരു കമ്പ്യൂട്ടർ ലിറ്ററസി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ വെറും ഈ പറഞ്ഞ പോലെ 18% മാത്രമായിരുന്നു. സോ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ 2021 ഡേറ്റയിൽ ഏകദേശം 6% വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ടൈം ഗ്യാപ്പിലാണ് ആര് വരുന്നത്? കോവിഡിന്റെ ഒരു എഫക്ട് തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്നത്. കോവിഡിന്റെ ഒരു എഫക്ട് വന്നപ്പോൾ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും കൂടുതലും നമ്മൾ ഈ ഡിജിറ്റൽ രീതിയിലേക്ക്, മീൻസ് ഇപ്പം പേയ്മെന്റുകളാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഡിജിറ്റൽ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു കോവിഡിന്റെ കാലഘട്ടം. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ വർധനവ് കൊണ്ടുവരാൻ നമുക്ക് കോവിഡ് ഒരു വലിയൊരു സഹായമായി മാറിയിട്ടുണ്ടെന്നുള്ള ഒരു സത്യാവസ്ഥ തന്നെയാണ്. എന്തായാലും അതിന്റെ ഒരു എഫക്ട്, മീൻസ് 2017 തൊട്ട് 2021
2020 നമ്മൾ ആ കോവിഡ് വരുന്നത്. അപ്പൊ 2017 തൊട്ട് 2020 വരെ എങ്ങനെയായിരുന്നു, 2021 കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഇൻഡിവിജ്വൽ നമുക്ക് ഡേറ്റ അറിയത്തില്ല. ഓൾ ഓവർ ആയിട്ടുള്ള ഡേറ്റയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വർധനവ് 6% കൃത്യമായിട്ടും ആര് നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ട്, കോവിഡിന്റെ ഒരു എഫക്ട് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇനി റീജിയണൽ വൈസ് ഉള്ള നോക്കുവാണ്. റീജിയണൽ വൈസ് ഉള്ള ഡേറ്റ നോക്കുമ്പോഴേക്കും റീജിയണൽ വൈസ് ഉള്ള ഡേറ്റ നോക്കുമ്പോഴേക്കും നമ്മുടെ റൂറൽ ഏരിയാസിൽ നിലവിൽ നമ്മൾ കാണപ്പെടുന്ന ഈ പറഞ്ഞ പോലെ ഒരു ലിറ്ററസിയുടെ റേറ്റ് നോക്കുവാണെങ്കിൽ, റീജിയണൽ വൈസ് നോക്കുവാണെങ്കിൽ റൂറൽ ഏരിയാസിൽ നിലവിൽ നോക്കുവാണെങ്കിൽ ഇത് 18%. റൂറൽ ഏരിയാസിൽ ഇപ്പൊ 2021 നോക്കുവാണെങ്കിൽ 18% ലിറ്ററസി ഉണ്ട്. എന്നാൽ റൂറൽ ഏരിയാസ് 2017 വെറും 11% മാത്രമേ ഉണ്ടായിരുന്നു. സോ ഇംപ്രൂവ് ആയിട്ടുണ്ട്, 11 18 ഇംപ്രൂവ് ആയിട്ടുണ്ട്. എന്നാൽ ആ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പോഴും കറന്റ് നമ്മുടെ റൂറൽ ഏരിയാസിൽ 18% ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ, ഈ കമ്പ്യൂട്ടർ ലിറ്ററസി ഉള്ളൂ. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് ആണെങ്കിൽ ഉപയോഗിക്കാനുള്ള ലിറ്ററസി ബേസിക്കലി 18% ആൾക്കാർക്കേ ഉള്ളൂ. മോർ ദാൻ 82%, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 82%. റൂറൽ ഏരിയസ് 100 പേരുണ്ടെങ്കിൽ അതിൽ 82 പേർക്കും ഇപ്പോഴും നോക്കാൻ പറ്റുന്നില്ല, കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാനായിട്ട്. അത് മീൻസ് ബേസിക്കലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിലൂടെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കാനായിട്ടോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഇങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജോലി ഇവർക്ക് കിട്ടാതെ പോകാനുള്ള സാധ്യത. കാരണം ഇന്നിപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലും ജോലികൾ ഡിജിറ്റൽ രീതിയിലുള്ള ജോലികളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ആ ലിറ്ററസി ഇല്ല എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ജോലികളൊന്നും നേടിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇവിടെ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു പരിധി വരെയുള്ള കാരണം ഈ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഒരു അൺഅവൈലബിലിറ്റി തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. ഇനി അർബൻ ഏരിയാസിൽ നോക്കുവാണെങ്കിൽ ഇത് 2017 കാലഘട്ടത്തിൽ അർബൻ ഏരിയാസിൽ 34%, 34.7%. അത് നിലവിൽ പറയുവാണെങ്കിൽ ഏകദേശം 39.6% ഉയർന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ ഇംപ്രൂവ്മെന്റ് എല്ലാം ഈ പറഞ്ഞ പോലെ കോവിഡിന്റെ എഫക്ട് ആയിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. ദെൻ അർബൻ ഏരിയാസിൽ നോക്കുവാണെങ്കിൽ നിലവിൽ 39.6, അപ്രോക്സിമേറ്റ്ലി നമുക്ക് 40% എടുക്കാം. അവിടെ നോക്കിയാലും സ്റ്റിൽ 60% ആളുകൾക്കും എവിടെ ഇല്ല, ഈ കമ്പ്യൂട്ടർ ലിറ്ററസി ഇല്ല. ഇനി റൂറലും അർബനും തമ്മിൽ നോക്കുമ്പോഴത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് അറിയാം. റൂറൽ ഏരിയസിൽ 18% ഉള്ളൂ. അതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു അർബൻ ഏരിയസിൽ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് റൂറൽ ഏരിയാസിൽ ഇത്രത്തോളം കമ്പ്യൂട്ടർ ലിറ്ററസി കുറയുന്നു, അല്ലെങ്കിൽ റൂറൽ ഏരിയസിനേക്കാളും താരതമ്യേന ഈ അർബൻ ഏരിയാസിൽ കൂടി നിന്ന് ആ ഒരു ഇൻക്രീസ് എന്തുകൊണ്ട് നമുക്ക് എവിടെ കാണുന്നില്ല, റൂറൽ ഏരിയാസിൽ കാണാതെ പോയി? അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെന്റ് പോളിസി ഇംപ്ലിമെന്റേഷൻ ആണ്. കാരണം 2015 ഇതിനകത്ത് കമ്പാരിസൺ ആയിട്ട് പറയുന്നത്, 2015 നമ്മൾ ഡിജിറ്റൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു ബെനിഫിറ്റ് ഇവിടെ നമുക്ക് അധികം കിട്ടാൻ പറ്റിയിട്ടില്ല. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ കണ്ടക്ട് ചെയ്ത് എസ്പെഷ്യലി റൂറൽ ഏരിയസിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോക്കസിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പോയിന്റും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. അതിനകത്ത് ഓവറോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ നിലവിലെ കമ്പ്യൂട്ടർ ലിറ്ററസി 24.7 ആണ്. അത് റീജിയണൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അർബൻ ഏരിയസ് നിലവിൽ 39.6ഉം റൂറൽ ഏരിയസ് നിലവിൽ 18% എന്നുള്ള കാര്യം ഓർക്കാം. ഇനി നമ്മൾ ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോഴേക്കും കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ ഏജ് ഗ്രൂപ്പിന്റെ കാര്യമാണ് നമുക്ക് മെയിൻ. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാഷണൽ സാമ്പിൾ സർവേ ഡേറ്റ പ്രകാരം കമ്പ്യൂട്ടർ ലിറ്ററസി നമ്മുടെ രാജ്യത്ത് ഉടനീളം നോക്കുവാൻ 24.7% മാത്രമേ ഉള്ളൂ. റൂറൽ ഏരിയാസിൽ 18 represents an increase from 18.4% in 2017-18. 2017-18 കാലഘട്ടത്തിൽ 18% മാത്രമായിരുന്നു. അവിടുന്ന് 24.7 മാറിയിട്ടുണ്ട്. റൂറൽ ഏരിയാസിൽ 2017-18 കാലഘട്ടത്തിൽ 18.1% ആയിരുന്നു. അതിപ്പോൾ നിലവിൽ എങ്ങോട്ടേക്ക് എത്തി നിൽക്കുന്നു? റൂറൽ ഏരിയാസിൽ ഇപ്പോൾ നിലവിൽ 18.1%, 2017-18 11% അർബൻ ഏരിയസിലാണ് നിലവിൽ 39.6% എത്തി നിൽക്കുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. നിയർലി നമ്മൾ നോക്കുവാണെങ്കിൽ 70%, ഇതാണ് നമ്മൾ പറഞ്ഞ ഏകദേശം 18.1 ആ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ ഏകദേശം 70% ആൾക്കാരും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 80% തന്നെ പറയാൻ പറ്റും. 80% ആൾക്കാർ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരും ഡിജിറ്റൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നമ്മളാണെങ്കിലും ഓരോ ഗവൺമെന്റ് അറിയിപ്പുകളൊക്കെ കൂടുതൽ ഡിജിറ്റലായിട്ടാണ് മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടാണ് അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ആ കാര്യങ്ങളൊന്നും തന്നെ ബേസിക്കലി റൂറൽ ഏരിയസിലെ ആളുകൾക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏജ് വൈസ്, ഇപ്പൊ നമ്മൾ റൂറൽ ഏരിയ റീജിയണൽ വൈസ് ഉള്ള കാര്യങ്ങൾ കണ്ടു. റൂറൽ അർബൻ ഡിവൈഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്താണ് ഏജ് വൈസ് നോക്കുവാണെങ്കിലും ഇവിടെ 20 മുതൽ 25 വയസ്സ് പ്രായമുള്ള ആ കാലഘട്ടത്തിലെ ആളുകൾ എടുത്ത് നോക്കിയാൽ 45.9% ആളുകൾക്കും കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ട്. എന്നാൽ 65-69 ഏജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെറും 4.9% മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഉത്തരം പറയായിരിക്കും, പ്രായമായതുകൊണ്ടിട്ടാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അത്രത്തോളം ലിറ്ററസി റേറ്റ് കുറഞ്ഞു പോയെന്ന് പറയാം. ബട്ട് എന്തുകൊണ്ടപ്പോൾ അതേ ഒരു എഫക്ട് ഇവിടെ കാണുന്നില്ല? 2024 ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ പോലും മോർ ദാൻ
50%, മോർ ദാൻ 50% ആളുകൾക്കും ആ ഒരു ഡിജിറ്റൽ ലിറ്ററസി ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഒരു രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് 20 to 29 ഇയേഴ്സ്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ ഇന്ത്യയിലെ ആ ഒരു ആവറേജ് ഏജ് ഈ പറഞ്ഞ പോലെ 20 to 39 ഇതാണ് ബേസിക്കലി 20 to 39 ഇയേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് വെറും 34.8% മാത്രമാണ്. മീൻസ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കിടയിൽ പോലും കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് വെറും 34.8%. അതായത് ഈ ഏജ് ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് ഒരു 65% ആൾക്കാർക്കും എന്തില്ല, കമ്പ്യൂട്ടർ ലിറ്ററസി ഇല്ല എന്നുള്ളതാണ് ഈ ഡേറ്റയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 2047 ആകുമ്പോഴേക്കും എങ്ങനെ നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ പറ്റും, ഇത് കൃത്യമായിട്ടും ഗവൺമെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുമാണ്. ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് തീർച്ചയായിട്ടും ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യേണ്ടതുമാണ്. എങ്കിലേ ഉള്ളൂ 2040 നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മുടെ സ്റ്റേറ്റ് വൈസിൽ ഡിവൈഡ് നോക്കുവാണെങ്കിൽ കേരളത്തിൽ കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആണ്, 72.7% ഉണ്ട്. എന്നാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുണ്ട് 20% ആ റേഞ്ചിൽ നിൽക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് വൈസിലുള്ള ഡിവൈഡ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഉദാഹരണം പറയാം, ആസാം, ബീഹാർ, മധ്യപ്രദേശ് ഇവിടങ്ങളിലൊക്കെ തന്നെ അണ്ടർ 30% മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ 72.7% നമുക്ക് ആ ഒരു കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇങ്ങനെയുള്ള വളരെയധികം ഡിവൈഡ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് സ്കൂളുകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു നൽകാനായിട്ടുള്ള ക്വാളിഫൈഡ് ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കൃത്യമായിട്ട് ഇല്ലാതെ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഗ്യാപ്സ് ഇൻ ആക്സസ്, അതായത് കുട്ടികളാണെങ്കിൽ നോക്കുമ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ ഇത്തരത്തിൽ പറഞ്ഞ പോലെ ഉണ്ടാകും, മേ ബി അവരുടെ ജില്ലയിൽ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഒക്കെ നൽകുന്ന സ്കൂളുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് അവരുടെ വീടുകളിൽ നിന്ന് ഒരുപാട് ഫാർവേ ആകും. അപ്പം ഈ ട്രാവലിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും കുട്ടികൾ ഓട്ടോമാറ്റിക്കായി തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്ക് ചേരുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള കമ്പ്യൂട്ടർ ലിറ്ററസിയും കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് കിട്ടാതെ വരുന്ന പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഇതാണ് മെയിൻലി നമ്മുടെ ആ ഒരു 60 to 65 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളിൽ കമ്പ്യൂട്ടർ ലിറ്ററസി കുറയാൻ കാരണം. അതായത് പഠിച്ചെടുക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കുറവാണ് പലപ്പോഴും ആക്ട് ചെയ്യുന്നത്. അത് അവരിന്ന് മാത്രമല്ല, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായാലും ഈ കാര്യങ്ങൾ പുതിയ പുതിയ ടെക്നോളജീസ് എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കണം, ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ കമ്പ്യൂട്ടർ ലിറ്ററസി ആണെങ്കിലും നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഗവൺമെന്റ് ഈ ഒരു ഡേറ്റാസ് കൃത്യമായിട്ട് മനസ്സിൽ വെച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഓഥർ നമ്മളോട് പറഞ്ഞു നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇന്നത്തെ MCQയിലേക്ക് കടക്കുകയാണ്. ഗറിയൽസുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട് ഇതിനകത്ത് കറക്റ്റ് എന്ന് തോന്നുന്ന ഓപ്ഷൻ ബേസിക്കലി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, രണ്ടാമത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ A ചൂസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്താണ് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഓപ്ഷൻ B ചൂസ് ചെയ്യാം. രണ്ടും ശരിയാണെങ്കിൽ ഓപ്ഷൻ C ചൂസ് ചെയ്യാം. രണ്ടും തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ D ചൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ DNA സെഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.